എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തേ ദേവതിര്യങ് നരാതയാ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തേ ദേവതിര്യങ് നരാതയാ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഏതത് നാനാ അവതാരാണാം നിധാനം അവ്യയം ബീജം യസ്യ അംശ അംശേന ദേവതിര്യഗ് നര ആതയ സൃജ്യന്തേ. ഒന്നുകൂടി അന്വയം നോക്കാം. ഏതത് നാനാ അവതാരാണാം നിധാനം അവ്യയം ബീജം യസ്യ അംശ അംശേന ദേവതിര്യഗ് നര ആതയ സൃജ്യന്തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ഏതത് നാനാ അവതാരാണാം നിധാനം ബീജം അവ്യയം യസ്യ അംശ അംശേന സൃജ്യന്തേ ദേവ തിര്യഗ് നര ആതയ. ഒന്നുകൂടി പദങ്ങൾ നോക്കാം. ഏതത് നാനാ അവതാരാണാം നിധാനം ബീജം അവ്യയം യസ്യ അംശ അംശേന സൃജ്യന്തേ ദേവ തിര്യഗ് നര ആതയ. ഇനി ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏതത് ഇത്, നാനാ അവതാരാണാം വിവിധ അവതാരങ്ങളുടെ, നിധാനം ആധാരം അല്ലെങ്കിൽ ഉറവിടം, ബീജം അഥവാ വിത്ത് അല്ലെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന കാരണഭൂതം, അവ്യയം ക്ഷയമില്ലാത്തത്, യസ്യ ആരുടെ, അംശാംശേന അംശത്തിൻ്റെ അംശമായി, സൃജ്യന്തേ സൃഷ്ടിക്കപ്പെടുന്നു, ദേവ ദേവന്മാർ, തിര്യഗ് മൃഗജാലം, നര മനുഷ്യർ, ആതയ മുതലായവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം ഭഗവാന്റെ അവതാര തത്വത്തെ വ്യക്തമാക്കുന്നു. ഭഗവാൻ സകല അവതാരങ്ങളുടെയും ആധാരവും ബീജവും ആണ്. ഭഗവാന്റെ അംശത്തിൽ നിന്ന് ദേവന്മാർ, മൃഗങ്ങൾ, മനുഷ്യർ മുതലായ ജീവികൾ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ഒരേ ഒരു പരമമായ സത്യമാണ്. എല്ലായിടത്തും ഭഗവാന്റെ അംശം തന്നെയാണ് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.